ഡൗട്ട് അല്ലേ? അയ്യോ ഇനി കണ്ണു തുറക്കുന്ന രീതി കാണിക്കാൻ പോണേ. ഇല്ല കാണിക്കും. കോൺസ്റ്റബിൾ ഉണ്ട് ഇവിടെ തന്നെയാണോ? വീട്ടിലോട്ട് തന്നെ. വേട്ടയാടൽ സംഭവം ഇതാ അവിടെ ഉണ്ട്. അത് രാത്രിയാണോ പ്രശ്നം? ലോറിയുടെ സാധനം. പട്ടി 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 ഓൺ ടൈം. പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളത് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാർത്തിയുടെ തിരുനധികാരൻ എன்ற മൂവിയിലെ നെക്സ്റ്റ് സീനാണ്. ഏകദേശം കഴിഞ്ഞത് ഇന്റർവെൽ സീനായിരുന്നു. ആ സമയത്ത് നമ്മുടെ പോലത്തൊരു സീനാണ്. കാരണം പറയാൻ പറ്റില്ല. അപ്പൊ ആളുടെ ഫേസ് ഒക്കെ അവര് കണ്ടുപിടിച്ചു. എല്ലായിടത്തും ഫാക്സ് ഒക്കെ ഇങ്ങനെ അയച്ചിട്ടുണ്ട്. അതിനുശേഷം കബഡി സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ വില്ലന്റെ ഫേസ് ഇങ്ങനെ കാണിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് പിക്ചർ മാത്രമല്ല, ആളെയും കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ ആ സീനിലോട്ട് പോകാം. അതിനുശേഷം എന്താ നടക്കാൻ പോകുന്നത് തുടങ്ങിയാലോ? കിട്ടു ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്ത് പറയാതെ വയ്യ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ലേ? ട്രാൻസ്ഫോർമേഷൻ ആളെ കാണുമ്പോ തന്നെ ഭയങ്കര റിയലിസ്റ്റിക് ആദ്യമായിട്ട് വില്ലനെ കാണിക്കുമ്പോൾ ചിരിച്ച മുഖത്തോടെ കാണിക്കുന്നു. ചാടി പോവാണ് പിടിക്കാൻ. വിജയം ഓ ചെക്ക് ചെയ്യാണ്. ആറ്റിറ്റ്യൂഡ് അല്ലേ? എല്ലാ ലോറിക്കാരും ഇവരുടെ കൂളായിട്ട് കളിക്കാനുള്ള ഏത് സ്ഥലം? ഓ ബീജം എന്താ ഒരാളും കൂടി ഉണ്ടാവേ അല്ലേ? മാസ്ക് ഇട്ട വേറെ ഉണ്ടല്ലോ. ഡൗട്ട് അല്ലേ? അയ്യോ ഇനി കണ്ണു തുറക്കുന്ന രീതി കാണിക്കാൻ പോണേ. ഇല്ല കാണിക്കും. ആരാണത്? അവരടുത്ത് എന്തിനോ പോവാൻ പോകുന്ന പോലെ ഉണ്ടല്ലോ അല്ലേ? മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒരേ സ്ഥലത്താ ഉള്ളത്. മഴ പെയ്തു. ശകുനം നല്ലതാണെന്ന്. മഴയല്ലേ, സൗണ്ട് ഒന്നും അധികം കേൾക്കില്ലല്ലോ. ഓ പോയി ജീന പോയിട്ട് 1 hour ആയി. ഇൻട്രസ്റ്റിംഗ്.
ഇതൊന്നും ഇനി വരാൻ പോകുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏകദേശം അതുപോലെ ഇല്ലേ അല്ലേ? എല്ലാ സ്ഥലത്തും മാക്സിമം സെർച്ചിങ് ആണ്. മറ്റേ ആളുടെ ഫേസ് അല്ലേ പോയേക്കണേ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കംപ്ലീറ്റ് അല്ലേ, ഭയങ്കര ഇമ്പോർട്ടന്റ്. ഇവരിതൊന്നും അറിയുന്നില്ല. ഇവർക്കിതൊന്നും ബാധിക്കില്ല. അവരുടെ മ്യൂസിക് ഒന്നല്ല. ആരുടെ വീട്ടിലോട്ടാണ്? കോൺസ്റ്റബിൾ ഉണ്ട് ഇവിടെ തന്നെയാണോ? കോൺസ്റ്റബിൾ, ലേഡി കോൺസ്റ്റബിൾ ഒരാളെ ഉള്ളോ? മറ്റേ വീട്ടില്, അപ്പുറത്തെ വീട്ടിലല്ലേ ഇത്? അപ്പുറത്തെ വീട്ടിലാണ്, അപ്പുറത്തെ വീട്ടിൽ തന്നെ. రాజస్థాన్ కనిపెట్టారు. అక్క హలో ആ വീട്ടിലോട്ട് തന്നെ. அக்கா ஃபோன் பண்ணாங்க. அழுதாங்க கண்டடிச்சு சத்யானந்த പോവാണങ്ങട്. രണ്ട് സ്ഥലത്ത് ഓരോ ലേഡി കോൺസ്റ്റബിളാ ഉള്ള. കുട്ടീനെയും കൂട്ടി പോകാൻ പറയുന്നുണ്ട്. കാരണം അറ്റ്ലീസ്റ്റ് ജീവൻ രക്ഷിച്ചൂടെ, സാധനങ്ങൾ പോയാലും അല്ലേ? ഓ മറ്റേ വീട്ടിലോട്ട് ഓടാൻ പറഞ്ഞു കുട്ടീനോട്. അപ്പുറത്ത് കാർത്തിയുടെ വീട്ടിലോട്ട് ഓടാൻ പറഞ്ഞു കുട്ടീനോട്. ഓ കണ്ട അവരുടെ മൃഗസ്വഭാവം കാണിക്കുന്നുണ്ടോ? ഗണ്ണ് സൗണ്ട് കിട്ടുന്നാ? പട്ടി ഓ വേറെ പണികളാ. ഓ വേറെ ആൾക്കാർ ഓടി കേട്ടോ. പക്ഷെ അവര് മറ്റേതാണ് അതാ, അതായത് അവർക്ക് മറ്റേത് മാത്രമല്ല, ആര് വിടില്ല ആ വീട്ടിലുള്ള ആൾക്കാർ. ശ്രദ്ധിച്ചോ? പിടിച്ചോ എടുത്തിട്ട്. ഓ അവരെ കഴുത്തിലുള്ളതാണ്. ഈ പെണ്ണുങ്ങൾ എന്തിനാ ഇങ്ങോട്ട് ഓടി വരുന്നത്? കുട്ടിയുടെ സൗണ്ട്. കുട്ടി കുട്ടി ഇല്ലേ, അവർക്ക് പട്ടിയൊന്നും അയച്ചുവിട്ടാ പോരെ? ലോറി കണ്ട് ലോറി കണ്ട് ലോറി കണ്ട് അല്ലേ? ഏകദേശം മൂക്കുന്ന പോലത്താണല്ലോ ഇപ്പൊ എല്ലാരും. എല്ലാവരെ കെട്ടിച്ച് കൊണ്ടിക്കണം വെച്ചിട്ട്. പെട്ടവസ്ഥയാണ്, പെട്ടവസ്ഥയാണ്. അറ്റ്ലീസ്റ്റ് ഒന്ന് രണ്ടെണ്ണത്തിനും കിട്ടുന്ന പോലെ ഉണ്ട് കേട്ടോ. എല്ലാത്തിനും കിട്ടിയില്ലെങ്കിലും അല്ലേ?
ആ സത്യം ഇല്ലല്ലോ. അവിടെയാണ് മറ്റൊരു ഇമോഷൻ. പട്ടി വെട്ടി, പട്ടി ഇറങ്ങി. അത് നല്ല ഡോഗാണ്. പട്ടിക്ക് മണം പിടിക്കാൻ പറ്റും. ആദ്യമായിട്ടാണ് അവരെ ഓടി കേട്ടോ അല്ലേ, പേടിച്ചോടുന്നേ. നൈറ്റ് ഷോട്ട്. അവരുടെ ആ ഒരു ട്രിക്ക് ഉണ്ടോ, വേഗം ഇത് ഇലകളൊക്കെ എടുത്തിട്ട് ഉണ്ടോ രക്ഷപ്പെടുന്നുണ്ടോ അവര്. കാട്ട് സംഭവം. ഓ ഇത് ഒറിജിനൽ ആയിട്ട് പിടിച്ച ആളുകളുടെ എന്തായിരിക്കും അല്ലേ, ഭയങ്കര പ്രിയമാണ്. അതാ അവരുടെ ആ ട്രിക്ക് ഭയങ്കരമാണ്. അവര് ട്രിക്കിയാണ് ഭയങ്കര. എന്താ അവർക്ക് വേട്ടയാടൽ സംഭവം ഇതാ അവിടെ ഉണ്ട്. അത് രാത്രിയാണോ പ്രശ്നം? തീർന്നു. ഓ മേലെ എന്നാ വന്നേക്കണത്. ബാക്കി പോലീസുകാരവിടെ ഒരാളെ ഉള്ളിപ്പോ. ഓ മറ്റേ തീരം വന്നിട്ടില്ല അല്ലേ? ഇല്ല തീരെ വന്നില്ല. ഓ എന്തുമില്ലാണ് ഇത്. അപ്പുറത്തെ വീട്ടിലെ കോൺസ്റ്റബിൾ അത്. ടെൻഷനായി കാർത്തിക്. കുട്ടീന്റെ സൗണ്ട് കേട്ടിട്ടാ വന്നത്. ചോദിക്കട്ടെ ഇപ്പൊ വേഗം പോ. ഇയാള് ഭയങ്കര മറ്റേതല്ലേ ഫേസ്. നോർത്ത് ആക്ടർ അല്ലേ ഇത്. ലോറിന്റെ സാധനം. പട്ടി ഓൺ ടൈമില് വന്ന് ഓ പൊളിച്ചട്ടാ. പക്ഷെ ഡോഗിന്റെ എൻട്രി കറക്റ്റ് ടൈമിങ്. എന്തെങ്കിലും ഇപ്പൊ പണി കിട്ടിയാനേ ശരിക്കും ഒരാൾക്കില്ല അല്ലേ. ആ നൈറ്റ് ഇത് കണ്ടോ, പട്ടിയുടെ സൗണ്ടാ കേൾക്കണ്ട ദൂരത്ത്. അത് വെച്ച് പോവാലോ. അത്രയും ദൂരം ഓടിയ വരും. ഓ അറ്റാക്ക് എന്ന് പറഞ്ഞല്ലോ. അയ്യോ വേറെ ലോറിയിൽ അവരെ കയറി രക്ഷപ്പെടാണ് മറ്റുള്ളവര്. അയാൾ പോയില്ല. പട്ടിനെ കൊന്നു. പോയി. മറ്റവരില്ലല്ലോ പിടിക്കാൻ വേണ്ടിട്ട്. ആ പട്ടി പക്ഷെ മാക്സിമം ടൈമിൽ വന്നോണ്ട് രക്ഷപ്പെട്ടത്. ജീവൻ കൊടുക്കട്ടെ. ഏകദേശം ആ ടോർച്ച് ഓഫ് ആക്കണ്ട. ആ ടോർച്ചും കത്തിച്ച് പിടിച്ചിട്ടുണ്ട്. ടോർച്ചും കത്തിച്ച് പിടിച്ചിട്ടുണ്ടാന്നില്ലേ. ആ പ്ലീസ് അവിടുന്ന് വേഗം പോക്കോ. വന്നല്ലോ എന്തോ സംഭവിച്ചിട്ടുണ്ട്.
അടിച്ചോ ഇല്ലെന്ന് അറിയില്ല, അങ്ങനെ കാണിച്ചേക്കണം. അയാള് മുങ്ങി. പക്ഷെ ഒരടി അടിച്ചോ ഡൗട്ടുണ്ട്. രണ്ടാമത്തെ അടി അടിക്കുമ്പോഴേക്കാണ് വന്നത്. അതുപോലെ ഉണ്ടായിരുന്നു സീൻ. അടിച്ചോ ഇല്ലെന്ന് കാണിച്ചില്ല, അങ്ങനെ കാണിച്ചില്ല. ആ ലോറിയിൽ കയറാനാണ്. ആ ലോറിയിൽ രക്ഷപ്പെടണം. ആ അടി കിട്ടിയിട്ടുണ്ട്. പക്ഷെ അടിയാ കിട്ടിയത്, അവസാന മൊമെന്റ് അടി. ഇല്ല ശരിക്കും പ്രിയാണ് കുട്ടീനെ രക്ഷപ്പെടുത്തിയത്. തലക്കടി കിട്ടിയിട്ടുണ്ട്. ഇതാന്നോളൂ ഇന്റർവെല്. ഏകദേശം അതുപോലെ ഉണ്ടായിരുന്നു. എന്തൊരു ടെൻഷൻ സീനായിരുന്നു മോനെ. ഇങ്ങനെ ഒരു സീൻ ഉണ്ടാവോ? അതായത് ഇങ്ങനെ എനിക്ക് കണ്ണ് തുറന്ന് ഇങ്ങനെ ഇരുന്ന് കാണാനുള്ള ഒരു സീനാണ്. കാരണം എന്താ പറയുക, ഭയങ്കര ഇങ്ങനെ നമ്മളല്ലേ മുൾമുനയിലേക്ക് ഇരിക്കാൻ അറിയില്ല. അല്ല അങ്ങനത്തെ സീനല്ലേ? അങ്ങനത്തെ സീനാണ്. ഭയങ്കര ദേഷ്യം വരുന്നത്. ഞാൻ യൂഷ്വലി പണ്ടും ഇങ്ങനെ തന്നെയാണ്. അതായത് എന്താ പറയുക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരു പണ്ടും കണ്ണടച്ചും പൊളിഞ്ഞും അതൊക്കെ ഞാൻ കാണാറില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഓൾവേസ് പറയാറുണ്ട്, ഈ ടൈപ്പ് സംഭവങ്ങളൊക്കെ എൻ്റെ ഓൾവേസ് ഫേവറേറ്റ് അല്ല. പക്ഷെ എന്ന് വെച്ചാൽ അതിനകത്ത് ആ ത്രില്ലർ മോഡ് എന്താ പറയുക, ചില സമയത്ത് നമ്മളെ എന്താ പറയുക കാണുന്ന ഒരു ഫീല് വരും. പക്ഷെ ഞാൻ ഇങ്ങനെ കാണാൻ, പക്ഷെ എന്നാലും ഞാൻ കാണുന്ന സംഭവങ്ങളൊക്കെ. പക്ഷെ ഈ സീനില്ലേ, നമുക്ക് ഒരേ സമയം നല്ല സാധനങ്ങളും തരുന്നുണ്ട്, പക്ഷെ ഒരു ചെറിയൊരു സങ്കടം തരുന്നുണ്ട്. പക്ഷെ എന്നാലും ഇല്ലേ, ഭയങ്കര സീൻ കേട്ടോ. അതായത് അവരെന്ത് സാധനങ്ങൾ ആലോചിക്കുന്നില്ല ആ വന്നവര്. അവര് കറക്റ്റ് ഈ സമയം നമ്മൾ പെട്ട് ഇങ്ങനെ വിചാരിക്കുമ്പോഴേക്കും അവർ എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടുന്നുണ്ട്. അല്ല, സംഭവം ഞാൻ പറഞ്ഞത്, കാരണം അവർക്ക് അത്രയും കഴിവും സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ എന്തൊക്കെയില്ലേ. കാരണം ഓൺ ദ സ്പോട്ട് അത്രയും ബുദ്ധിയും സംഭവങ്ങളൊക്കെ അവർക്ക് ഉണ്ടെങ്കിൽ എന്തൊക്കെ നല്ല ജോലികൾ അവർക്ക് ചെയ്യാം ഇല്ലേ. കാരണം എന്ന് വെച്ചാൽ അത് ഇതാണ് ആ ഒരു സ്വഭാവം, ഒരു മൃഗ സ്വഭാവമാണ്, കാട് സ്വഭാവം നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും അങ്ങനെയല്ല. അപ്പൊ എന്താ വെച്ചാൽ നമ്മളറിയില്ല, ഇവരെക്കാളും ഭേദം മൃഗങ്ങളാണ് നല്ലത് നമുക്ക് തോന്നിപ്പോകുന്ന ചില സീനുകളുണ്ട് ഇതിനകത്ത്. ആ ഡോറ് തുറക്കുന്ന സമയത്ത് ആ ഒരു ഫേസ് അഗ്രഷൻ കണ്ടായിരുന്നില്ല. അത് ശരിക്കും ഒരു മൃഗത്തിന്റെ ഒരു അഗ്രഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. കറക്റ്റ് ആ ഒരു മൃഗത്തിനെ എതിർക്കാൻ വേണ്ടി വേറൊരു ഒറിജിനൽ മൃഗം വന്ന് രക്ഷിച്ചു. ഞാൻ പറഞ്ഞു മൃഗങ്ങളെക്കാളും ക്രൂരത, നമ്മൾ പറയും ക്രൂര മൃഗങ്ങൾ, പക്ഷെ അങ്ങനെയല്ല. ചില നമുക്ക് ആ ഒരു ഡോഗിനൊക്കെ പാവം തോന്നിപ്പോവല്ലോ ശരിക്കും. കാരണം ഡോഗ് വന്ന് അവിടെ പ്രൊട്ടക്ട് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ പറയില്ല, ഒരു വൃത്തിയത് മനുഷ്യ മൃഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മനുഷ്യൻ മൃഗമായി മാറിയാൽ മൃഗത്തെക്കാളും വിഷമാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതേ സംഭവം ഇവിടെ കാണിച്ചിരിക്കുന്നത്. ശരിക്കും ഭയങ്കര ആ ഒരു ഷോട്ടൊക്കെ കണ്ടായിരുന്നു. ഒരുമാതിരി എന്താ പറയാ, ഒരു സിമോ ഒന്നല്ല, അവരെ സിമോ ഒന്നും വിളിക്കാൻ പറ്റില്ല, ഒരു എന്തോ ഒരു അതായത് ശരിക്കും ആ നൈറ്റ് ഷോട്ട് സാധനങ്ങളൊക്കെ കാണിച്ചത്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, കുറെ ഡയലോഗ് ഒന്നും ഇല്ല ഈ സീനിൽ. പക്ഷെ സീനിൽ കാണിച്ചിരിക്കുന്ന എല്ലാ സംഭവവും ഭയങ്കര ത്രില്ലിങ് സാധനമാണ്. ഇങ്ങനെ നമുക്ക് നെക്സ്റ്റ് മൊമെന്റ് എന്താ സംഭവിക്കുക, രാഹുലിന് എന്തെങ്കിലും സംഭവിക്കോ ഇല്ലയോ, അപ്പുറത്തെ വീട്ടിൽ എന്തെങ്കിലും ആവും, അത് ഭയങ്കര ഇങ്ങനെ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കോ, ഭയങ്കര ടെൻഷൻ. നമ്മളെന്നെ ഇങ്ങനെ ആലോചിക്കും, ടോർച്ച് എന്തിനാ അടിക്കുന്നത്, ഓഫാക്കും. അവിടെ ആ സമയത്ത് എന്താ പറയാ, പ്രിയ ഇറങ്ങി പോയില്ലായിരുന്നെങ്കിൽ ആ കുട്ടി രക്ഷപ്പെടില്ല, പിന്നെ അവര് കൊന്നോളൂ. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് ഇറങ്ങി വന്നെങ്കിൽ നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും, പക്ഷെ എന്നാലും അവിടെ ആ കുട്ടീനെ രക്ഷിച്ചു. ആ കുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഡോഗും കൂടിയാണ്. കാരണം ഡോഗ് വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ രണ്ടുപേരും അടിച്ചു കൊന്നു പോയേനെ ഇല്ലേ, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നേനെ. കാരണം അവിടെ വേറെ ഒന്നും ഇല്ല ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ സമയത്ത് കറക്റ്റ് ഡോഗ് വന്നുകൊണ്ടാണ് ഇവിടെ കുറച്ചെങ്കിലും രക്ഷപ്പെടാൻ പറ്റിയത്. പക്ഷെ അവസാനം എഗെയിൻ കണ്ടുപിടിച്ചവര് അവിടുന്ന് എനിക്കൊന്ന് ആ ടോർച്ചിന്റെ വെളിച്ചം കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ പിടിച്ചത്. അത് നമുക്ക് അറിയില്ല. ചില സമയം നമ്മൾ മൊബൈലിലെ ടോർച്ചൊക്കെ ഇങ്ങനെ ഓൺ ആയിക്കൊണ്ടിരിക്കും. ടെൻഷൻ ഭയങ്കര ടെൻഷൻ അവിടെ എനിക്കൊന്ന് ഓൾറെഡി രാഹുല് വിളിക്കാൻ വേണ്ടി പോവാന്ന് ഫോണിൽ. അപ്പൊ ഇത് ഇങ്ങനെ വിളിക്കില്ലേ, വിളിക്കുന്ന സമയത്ത് പറ്റുന്നത്. പക്ഷെ എന്തായാലും കണ്ടെത്തി. എന്താ സംഭവം എന്നറിയില്ല. നെക്സ്റ്റ് സീനിൽ കാണാൻ ബാക്കി എന്താന്നുള്ളത്. എന്തായാലും കുറച്ച് പോയി വെള്ളം കുടിക്കട്ടെ. ഈ സീൻ ഇങ്ങനെയാണെങ്കിൽ അടുത്ത സീൻ എന്തായിരിക്കും അല്ലേ, അത് ശരിക്കും നമുക്ക് നെക്സ്റ്റ് സീൻ കാണാൻ വേണ്ടി തോന്നും. കുട്ടിക്കണം പിടിച്ചിട്ട് അത്രേ ഉള്ളൂ, തിരിച്ചടിക്കണം എന്നുള്ളൊരു അതായത് നമ്മുടെ RDXലും കണ്ണൂർ സ്കോഡിലൊക്കെ നമുക്കൊരു ഫീൽ ഉണ്ടാവാറില്ലേ, സിറ്റുവേഷൻ സീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചടിക്കണം തോന്നൂലേ. കാരണം നമ്മളെ മനുഷ്യരാണെങ്കിൽ നമുക്ക് എന്തായാലും തോന്നും കുട്ടിക്കണം എന്നുള്ളത്. വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് സീൻ. എന്താ തീരൻ എങ്ങനെയാണ് ആക്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക്. തീരനല്ല, തീരൻ എന്ന് പറയുന്ന ആ ക്യാരക്ടർ തിരിച്ച് റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അത്രേ ഉള്ളൂ.